ഹായ് അസ്സാം വലൈക്കും. നമുക്കിന്ന് ചെറുപയറും ചവ്വരിയും കൊണ്ടുള്ളൊരു നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയും സ്വീറ്റുമായിട്ടുള്ളൊരു പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ ചെറുപയർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബൗൾ ചവ്വരിയും കൂടെ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് അടച്ച് വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. പയറും ചവ്വരിയും ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. 3 വിസിൽ കേട്ടാൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പയർ ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇത് കറക്റ്റ് പരുവമാണ്. ഈ സമയത്ത് തന്നെ മറ്റൊരു പാത്രത്തിൽ ശർക്കര പാനിയാക്കാനും വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ചിരകിയത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല കുറുകിയ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ചെറുപയറും ചവ്വരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പം ഇങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ വറുത്തിട്ട് കൊടുത്താലും മതിയാകും. ഞാനിത് കണക്കാണ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ നെയ്യിലിട്ട് 2 സെക്കൻഡ് ഒന്ന് പയറൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 സെക്കൻഡ് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കുറുകി പോവേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവ്വരി ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പം കുറേ കുറുകി നല്ല കട്ടിയാകും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുപയറും ചവ്വരിയും കൊണ്ടുള്ളൊരു നല്ലൊരു പായസം റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ കണക്ക് ഇഷ്ടമാകുന്ന ഒരു പായസമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.